ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും സാഹസത്തിന് മുതിർന്നാൽ ഇന്ത്യ ഇനിയും മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി ലോക്സഭയിൽ. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ചർച്ച രാജ്യസഭയിൽ പുരോഗമിക്കുന്നു. ISROയുടെയും നാസയുടെയും സംയുക്ത ദൌത്യമായ നൈസാർ ഉപഗ്രഹ വിക്ഷേപണം ഇന്ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന്. ലോകത്ത് അതിവേഗം വളരുന്ന പ്രധാന സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യയെന്ന് അന്താരാഷ്ട്ര നാണയനിധി. 2025ലെ ആദായനികുതി ബിൽ പ്രകാരം നികുതി നിരക്കുകളിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ആദായനികുതി വകുപ്പ്. റഷ്യയിൽ ശക്തമായ ഭൂകമ്പം. റഷ്യ, ജപ്പാൻ, US എന്നീ രാജ്യങ്ങളിൽ സുനാമി മുന്നറിയിപ്പ്. മനുഷ്യക്കടത്ത് ഒരു സംഘടിത കുറ്റകൃത്യം, ചൂഷണം അവസാനിപ്പിക്കുക എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടരുന്നു. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ അല്പനേരം നിർത്തിവച്ചെങ്കിലും 12 മണിക്ക് സമ്മേളനം പുനരാരംഭിച്ചു. രാജ്യസഭയിൽ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ചർച്ച പുരോഗമിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനെതിരെ നിരവധി നടപടികൾ കൈക്കൊണ്ടതായി ചർച്ചയിൽ പങ്കെടുത്ത വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. Mentions in the preamble that the Indus Waters Treaty is done in a spirit of goodwill and friendship. Sir, since 1960, we have had neither goodwill nor friendship. We've had terrorism. We've had attacks on our population. We've had wars. Such a treaty had to be dealt with, and this government dealt with it. ഭീകരതയെ പ്രതിരോധിക്കാൻ ഇന്ത്യ സ്വീകരിച്ച നടപടികളെ ഒരു രാജ്യവും തടഞ്ഞിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആക്രമണം നിർത്താൻ ഒരു നേതാവും പറഞ്ഞിട്ടില്ലെന്നും വെടിനിർത്താൻ പാകിസ്ഥാൻ ഇന്ത്യയോട് അപേക്ഷിക്കുകയായിരുന്നുവെന്നും ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇന്നലെ മറുപടി പറയവെ അദ്ദേഹം വ്യക്തമാക്കി. किसी भी नेता ने भारत के ऑपरेशन रोकने के लिए नहीं कहा. 9 तारीख को रात को अमेरिका के उपराष्ट्रपति जी ने मुझसे बात करने का प्रयास किया, तो अमेरिका के उपराष्ट्रपति जी ने मुझे फोन पे बताया कि पाकिस्तान बहुत बड़ा हमला करने वाला है. मेरा जवाब था, अगर पाकिस्तान का ये इरादा है तो उसे बहुत महंगा पड़ेगा. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് സംബന്ധിച്ച വിഷയം കോൺഗ്രസ് അംഗങ്ങൾ ലോക്സഭയിൽ ഉന്നയിച്ചു. സഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി സഞ്ചാർ സാധി പോർട്ടലിലൂടെ 24 ലക്ഷം വ്യാജ വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ബ്ലോക്ക് ചെയ്തതായി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. 1.36 കോടി വ്യാജ മൊബൈൽ കണക്ഷനുകൾ വിച്ഛേദിച്ചതായും അദ്ദേഹം പറഞ്ഞു. और इस ऐप के आधार और पोर्टल के आधार पर इतनी सफलता हमें मिली है कि मोबाइल नंबर्स करीब 29 लाख हम लोग ने डिस्कनेक्ट किए हैं. मोबाइल हैंडसेट्स करीब 5.5 लाख हम लोग ने ब्लॉक किए हैं. बल्क SMS सेंडर्स 20,000 हम लोग ने ब्लॉक किए हैं और व्हाट्सएप अकाउंट्स करीब 24 लाख हम लोग ने ब्लॉक किए हैं. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ പശ്ചിമബംഗാൾ ഝാർഖണ്ഡ് ത്രിദിന സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പശ്ചിമബംഗാളിലെ കല്യാണിയിലുള്ള എയിംസിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ഝാർഖണ്ഡിലെ ദിയോഘറിൽ നടക്കുന്ന എയിംസിന്റെ ബിരുദദാന ചടങ്ങിലും ധൻബാദ് IITയുടെ 45ാമത് ബിരുദദാന ചടങ്ങിലും ശ്രീമതി മുർമു സംബന്ധിക്കും. ISROയുടെയും നാസയുടെയും സംയുക്ത ദൌത്യമായ നൈസാർ ഉപഗ്രഹ വിക്ഷേപണത്തിനായുള്ള കൌണ്ട് ഡൌൺ പുരോഗമിക്കുന്നു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും ഇന്ന് വൈകുന്നേരം 5:40-ന് GSLV F-16 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. സസ്യജാലങ്ങളുടെ മാറ്റങ്ങൾ, മഞ്ഞുപാളികളിൽ ഉള്ള മാറ്റങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ നിരീക്ഷിക്കുകയാണ് ഈ ഭൌമ നിരീക്ഷണ ദൌത്യത്തിന്റെ ലക്ഷ്യം. ജമ്മു കശ്മീരിലെ പൂഞ്ച് സെക്ടറിലെ നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 2 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. ലഷ്കർ ഇ തോയ്ബ ഭീകര സംഘടനയുമായി ബന്ധമുള്ളവരാണ് ഇവർ. പൂഞ്ച് സെക്ടറിലെ വേലിക്ക് സമീപം സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ ഏറ്റുമുട്ടലിലാണ് ഭീകരരെ വധിച്ചതെന്ന് സൈന്യം അറിയിച്ചു. അതേസമയം ജമ്മു പോലീസ് ഒരു തീവ്രവാദിയെ പിടികൂടി. നഗ്രോട്ടയിൽ നിന്ന് കശ്മീരിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. 2025ലെ ആദായനികുതി ബിൽ പ്രകാരം നിരക്കുകളിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ആദായനികുതി വകുപ്പ്. നിർദ്ദിഷ്ട ആദായനികുതി ബിൽ ഭാഷ ലളിതമാക്കാനും അനാവശ്യമോ കാലഹരണപ്പെട്ടതോ ആയ വ്യവസ്ഥകൾ നീക്കം ചെയ്യാനും മാത്രമുള്ളതാണെന്നും IT വകുപ്പ് വ്യക്തമാക്കി. ബില്ലിൽ നികുതി നിരക്കുകളിൽ ഒരു മാറ്റവും നിർദ്ദേശിക്കുന്നില്ല.
പുതിയ ബിൽ ചില വിഭാഗങ്ങളിലുള്ള നികുതിദായകർക്കുള്ള നിരക്കുകളിൽ മാറ്റം വരുത്തും എന്ന മാധ്യമ റിപ്പോർട്ടുകളെ തുടർന്നാണ് ഇക്കാര്യത്തിൽ വകുപ്പ് വ്യക്തത വരുത്തിയത്. 2025ലും 2026ലും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.4% അന്താരാഷ്ട്ര നാണയനിധി. അതിവേഗം വളരുന്ന ലോകത്തെ പ്രധാന സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ ജിഡിപി മുൻപ് വിലയിരുത്തിയതിനേക്കാൾ മെച്ചപ്പെടുമെന്നാണ് നിരീക്ഷണം. ഇന്ത്യയുടെ ജിഡിപി വളർച്ച 2025ൽ 6.2%വും 2026ൽ 6.3%വും ആകുമെന്നായിരുന്നു വിലയിരുത്തൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. സിറിയയിലെ ജനങ്ങൾക്ക് സഹായവുമായി ഇന്ത്യ. മരുന്നുകൾ ഉൾപ്പെടെ 5 മെട്രിക് ടൺ അവശ്യ സാധനങ്ങൾ സിറിയയിലേക്ക് അയച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ഇതിൽ ക്യാൻസർ മരുന്നുകൾ, ആന്റിബയോട്ടിക്കുകൾ, രക്താതിമർദ്ദ മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യ സിറിയയ്ക്ക് മാനുഷിക സഹായം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് മനുഷ്യക്കടത്തിനെതിരെയുള്ള അന്താരാഷ്ട്ര ദിനം. മനുഷ്യക്കടത്തിന് ഇരയാകുന്നവർക്ക് ശക്തമായ പിന്തുണ ഉറപ്പാക്കുകയും സംഘടിത മനുഷ്യക്കടത്ത് ശൃംഖലകളെ തകർക്കുന്നതിൽ നിയമപാലകരും നീതിന്യായ വ്യവസ്ഥയും വഹിക്കുന്ന പങ്കിനെ എടുത്തുകാണിക്കുന്നതും ലക്ഷ്യമിട്ട് ഇന്ന് ലോകമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. മനുഷ്യക്കടത്ത് ഒരു സംഘടിത കുറ്റകൃത്യം, ചൂഷണം അവസാനിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. റഷ്യയിൽ ശക്തമായ ഭൂകമ്പം. കാംചത്കയിൽ പസഫിക് തീരത്ത് ഇന്ന് പുലർച്ചെയാണ് 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത്. കടൽ തീരത്ത് നിന്ന് ഏകദേശം 136 കിലോമീറ്റർ അകലെ 19 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. 2011ൽ ജപ്പാനിലെ വൻ ഭൂകമ്പത്തിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ ഭൂകമ്പമാണ് ഇത്. ദുരന്തത്തെ തുടർന്ന് റഷ്യയുടെയും ജപ്പാന്റെയും യുഎസിന്റെയും ചില ഭാഗങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട്. കഴിഞ്ഞ ജൂലൈ 30-നാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 2 ഗ്രാമങ്ങളെ ഒന്നാകെ തുടച്ചു നീക്കിയ മഹാദുരന്തം ഉണ്ടായത്. അതിജീവിതർക്കായി സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന മാതൃകാ ടൌൺഷിപ്പിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന മാതൃകാ ടൌൺഷിപ്പിലെ 410 വീടുകളിൽ 1662 പേർക്കാണ് തണൽ ഒരുങ്ങുന്നത്. ദുരന്തത്തിൽ 298 പേർ മരിക്കുകയും 32 പേരെ കാണാതാവുകയും ചെയ്തു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. ദുരന്തബാധിത പ്രദേശത്ത് ഇന്ന് സർവ്വമത പ്രാർത്ഥനയും അനുസ്മരണ സമ്മേളനവും നടക്കുന്നുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിറപുത്തരിയോടനുബന്ധിച്ച് ഇന്ന് പ്രത്യേക ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്ന നിറപുത്തരി ചടങ്ങിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. പത്മതീർത്ഥത്തിന്റെ തെക്കേ കൽമണ്ഡപത്തിന് സമീപത്ത് നിന്ന് ഘോഷയാത്രയായി കതിർക്കറ്റകൾ പത്മനാഭസ്വാമിയുടെയും ഉപദേവതകളുടെയും ശ്രീകോവിലുകളിൽ എത്തിച്ച് കതിർ നിറച്ചു. ശബരിമല സന്നിധാനത്തും നിറപുത്തരി പൂജ നടന്നു. ഇന്ന് രാത്രി 10-ന് നട അടയ്ക്കും. ചിങ്ങമാസ പൂജയ്ക്കായി അടുത്ത മാസം 16-ന് വൈകിട്ട് നട വീണ്ടും തുറക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 5ാമത്തെയും അവസാനത്തെയും മത്സരം നാളെ വൈകിട്ട് 3:30-ന് ഇംഗ്ലണ്ടിലെ ഓവലിൽ ആരംഭിക്കും. പരമ്പരയിൽ 2-1-ന് ഇംഗ്ലണ്ട് മുന്നിലാണ്. 4ാം ടെസ്റ്റിലെ സമനില നേട്ടം ഇന്ത്യയ്ക്ക് ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട് എങ്കിലും പരമ്പര നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ വിജയം അനിവാര്യമാണ്. മക്കാവു ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെഡ്ഡി സഖ്യം മലേഷ്യൻ ജോഡിയെ 21-13, 21-15 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി 2ാം റൌണ്ടിൽ പ്രവേശിച്ചു. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യൻ സഖ്യം ജപ്പാൻ ജോഡിയെ നേരിടും. ഇന്ത്യൻ പുരുഷ ജോഡികൾ ഏറ്റുമുട്ടിയ മറ്റൊരു മത്സരത്തിൽ അമൻ മുഹമ്മദ് ദിങ്കു സിംഗ് സഖ്യത്തെ പൃഥ്വി റോയ് സായി പ്രതീക് സഖ്യം പരാജയപ്പെടുത്തി അടുത്ത റൌണ്ടിൽ പ്രവേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും സാഹസത്തിന് മുതിർന്നാൽ ഇന്ത്യ ഇനിയും മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി ലോക്സഭയിൽ. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ചർച്ച രാജ്യസഭയിൽ പുരോഗമിക്കുന്നു. ISROയുടെയും നാസയുടെയും സംയുക്ത ദൌത്യമായ നൈസാർ ഉപഗ്രഹ വിക്ഷേപണം ഇന്ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന്. ലോകത്ത് അതിവേഗം വളരുന്ന പ്രധാന സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യയെന്ന് അന്താരാഷ്ട്ര നാണയനിധി. 2025ലെ ആദായനികുതി ബിൽ പ്രകാരം നികുതി നിരക്കുകളിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ആദായനികുതി വകുപ്പ്. റഷ്യയിൽ ശക്തമായ ഭൂകമ്പം. റഷ്യ, ജപ്പാൻ, US എന്നീ രാജ്യങ്ങളിൽ സുനാമി മുന്നറിയിപ്പ്. മനുഷ്യക്കടത്ത് ഒരു സംഘടിത കുറ്റകൃത്യം, ചൂഷണം അവസാനിപ്പിക്കുക എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.